നീ ഭയക്കുന്നത് ഏതു വലിയ ശത്രുവാണെങ്കിലും ആ ശത്രുത അവൽ നിന്ന് പാടില്ലാതെ ശത്രുവിന്റെ എല്ലാ ഷെറിൽ നിന്ന് വലിയ കാവലായിട്ടുള്ള അമൽ. ഇനി ഒരു ശത്രുവിനെയും നീ ഭയക്കണ്ട, പേടിക്കണ്ട. നിനക്ക് ഈ അമൽ മതി. ജീവിതത്തിൽ വലിയ ഹൈറുകൾ നിന്നെ തേടിയിട്ടു. എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും വലിയ കാവലാണ് ഈ ഒരു അമൽ. സിഹറിന്റെ പേടി ഇനി ഒരിക്കലും നിനക്ക് വേണം. ജീവിതത്തിൽ വലിയ ഹൈറുകൾ ഈ അമൽ കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധ്യമാണ്. ശത്രു വലിയ ഭീകരനായിക്കോട്ടെ, വലിയ സമ്പന്നനായിക്കോട്ടെ, വലിയ പ്രമാണി ആയിക്കോട്ടെ, എല്ലാം ഉള്ളവനാണെങ്കിലും അവൽ നിന്ന് വലിയ കാവൽ നിനക്ക് ഈ അമൽ കൊണ്ടുണ്ടാകും. ഒന്ന് ചെയ്തു നോക്ക്. മുജറബായിട്ടുള്ളവനാണ്, അനുഭവം ഉറപ്പ് നൽകുന്നവനാണ്, മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നവനാണ്. ഒന്ന് ചെയ്തു നോക്ക്. അല്ലാഹു സ്വീകരിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ സമീപിക്കുന്നവര്, സങ്കടങ്ങൾ അറിയിക്കുന്നവര് അറിയിച്ചൊരു വിഷയമാണ്, ഗൗരവമേറിയൊരു വിഷയമാണ്. തങ്ങളെ വലിയ ശത്രുശല്യമാണ്. ശത്രുക്കൾ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ വലുതായി ഷെറുകൾ ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രയാസത്തിലാണ്. ആ ശത്രുക്കളിൽ നിന്നും കാവലുണ്ടാവാൻ ഞങ്ങൾ ഏത് അമലിനെയാണ് സ്വീകരിക്കേണ്ടത്? ശത്രുശല്യം പാടയില്ലാതെയാവാൻ ഏത് അമലാണ് ഞങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്ന് ചോദിച്ചവരുണ്ട്. എല്ലാവരും അത്ര ബുദ്ധിമുട്ടിലാണ്. ശത്രുക്കൾ നിരന്തരമായി സിഹർ ചെയ്തുകൊണ്ട് വലിയ പ്രയാസപ്പെടുത്തുന്നവർ നമ്മെ സമീപിക്കാറുണ്ട്. ശത്രുക്കൾ വിടാതെ പിന്തുടർന്നുകൊണ്ട് ആക്രമിക്കുന്നവർ നമ്മെ സമീപിക്കാറുണ്ട്. ആ ശത്രുശല്യമെല്ലാം ഒന്ന് ഒഴിഞ്ഞു കിട്ടണം. ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് ഉണ്ടാകണം. ഈ സിഹറിന്റെ പ്രയാസത്തിൽ നിന്ന്, പൈശാചികമായിട്ട് ഉപദ്രവങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലുണ്ടാവാൻ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അമല് പ്രതീക്ഷിച്ചാണ്, അമലിനെ കാത്തിരിക്കുകയാണ്. ഏതാണ് അമൽ? ഈ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം നമ്മൾ പല മജ്ലിസിലായിട്ട് ഇത് ഉണർത്താനുള്ള കാരണം, ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്, ബുക്ക് ചെയ്യാതെ വരുന്നവരുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കാനും അവർക്കൊന്നും പ്രയാസം ഉണ്ടാവാതിരിക്കാനുമാണ് നമ്മൾ എല്ലാ മജ്ലിസിലും ഇത് ഉണർത്തുന്നത്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടുള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. നമ്മുടെ സകല പ്രയാസങ്ങൾ, എല്ലാവിധ അടങ്ങറുകളും അള്ളാഹു തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും അള്ളാഹു നൽകട്ടെ. ധാരാളം അമലുകൾ ഈ ശത്രുക്കളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടാൻ, ശത്രുശല്യം ഒഴിഞ്ഞു കിട്ടാൻ, ശത്രുക്കളിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ, ഇത്തരം ഉപദ്രവങ്ങൾ നിരന്തരമായി സിഹർ ചെയ്തുകൊണ്ട്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടാക്കുന്ന ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ നിന്നൊക്കെ വലിയ കാവല് കിട്ടാൻ ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഹൃദയത്തോട് വെച്ച് സ്വീകരിച്ച് ചെയ്ത് റിസൾട്ട് കിട്ടിയ ധാരാളം ആളുകൾ നമ്മളെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. കിട്ടിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെയുള്ള മറ്റൊരു അമൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങൾ ഈ അമൽ ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയിലാണ്. അതായത് ബുധനാഴ്ച രാവ്, ചൊവ്വാഴ്ച അസ്തമിച്ച ഉടനെ, അതായത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ അദ്കാറുകൾ, ദിക്റുകൾ ഇശാ നിസ്കാരത്തിന് ശേഷവും പറ്റും. അതായത് ചൊവ്വാഴ്ച അസ്തമിച്ചിട്ടാണ് ഈ അമൽ ചെയ്യേണ്ടത്. ബുധനാഴ്ച രാവ് അങ്ങനെ പറയാം. നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഓതേണ്ടത് ഒരു 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. ഈ ഫാത്തിഹ ഓതുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിൽ വേണ്ടത്, ശത്രുവിനാരും മനസ്സിൽ കാണരുത്. ശത്രുവിനൊരു ഉപദ്രവം ഉണ്ടാക്കണമെന്ന് പോലും നിങ്ങൾ മനസ്സിൽ കണ്ടുപോകരുത്. അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളാണ് നമ്മൾ.
അല്ലേ? മുഅ്മിനീങ്ങളെ ആണ് ഒരു ശത്രുവിനെ പോലും ഉപദ്രവിക്കരുത്, അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്, അവരെ എന്താവണം ഒരു മിത്രമായി കാണണമെന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലിയ മുഅ്മിനീങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ്. അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്. നമ്മളിൽ നിന്ന് അവരുടെ ശത്രുത ഒഴിഞ്ഞു കിട്ടണം, അവര് മിത്രമായി വരണം, അവർക്ക് റാഹത്ത് ഉണ്ടാവണം, അവർക്കും അഭിവൃദ്ധി ഉണ്ടാവണം, അവർക്ക് നല്ല സന്മാർഗം അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കണം, അല്ലാഹ് അവർക്ക് ഹിദായത്ത് കൊടുക്കണം, അല്ലാഹ്. ഇങ്ങനെ നിരന്തരം നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് സിഹർ ചെയ്ത്. നമുക്ക് ദേഷ്യവും പ്രയാസമൊക്കെ ഉണ്ടാവും, ഒരു മനുഷ്യനാണ്. പക്ഷേ നിങ്ങൾ ഈ അമൽ ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു ശത്രുവിനെ മനസ്സിൽ ചിന്തിച്ചു പോലും ചെയ്യരുത്. അത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഈ അമല് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടാണ്, തിരിച്ചടിക്കും. അതുകൊണ്ട് അങ്ങനെ ആളും ഒരു ദുരുപയോഗപ്പെടുത്തരുത്. 11 ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്, എനിക്ക് എത്ര ശത്രുക്കളുണ്ടെങ്കിൽ, എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നവരുണ്ട്, അറിഞ്ഞുകൊണ്ട് അറിയാതെ കൊണ്ട് രഹസ്യമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നവരുണ്ട്, കാണുമ്പോൾ ചിരിക്കുന്നവരുണ്ട്, കാണാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കുതന്ത്രങ്ങൾ ഒരുക്കുന്നവരുണ്ട്. അവരൊക്കെ ആ ശത്രുത അവരിൽ നിന്ന് ഇല്ലാതാവണം. അവരില്ലാതാവണം എന്നല്ല, ശത്രു നമ്മൾ പല എല്ലാമെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ ശത്രുത അവരിൽ നിന്ന് ഇല്ലാതാവണം. നമുക്ക് നമ്മോട് മിത്രമാവണം. അവര് ഈ ശത്രുതയിൽ നിന്ന് പിരിഞ്ഞു പോവണം, അവരൊഴിഞ്ഞു പോവണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 11 ഫാത്തിഹ ഈ വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ ഫീല് ഓതി 11 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. ചെറിയ സൂറത്തല്ലേ, എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ മസദ്, തബ്ബത്ത് ഒരു 11 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നെ ഈ ഒരു ദിക്ർ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് വലിയ പ്രയാസം ഉണ്ടാവുമ്പോൾ, ആരെങ്കിലും ഭയക്കുന്നുണ്ടാകുമ്പോൾ മുത്തുനബി ഈ ദിക്ർ പതിവാക്കിയിരുന്നു. ഏതാണ് ആ ദിക്ർ? ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഈ ഒരു ദിക്ർ 11 പ്രാവശ്യം ചൊല്ലി ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഈ വെള്ളം കൊണ്ട് കുളിക്കുക, ശരീരം മുഴുവൻ ഒലിപ്പിക്കുക. അവരിൽ നിന്ന് ആർക്കൊക്കെയാണോ ശത്രുത ഉള്ളത്, ഒരാൾ ചെയ്യുമ്പോൾ അവനിലേക്ക് ആർക്കൊക്കെയാണോ ശത്രുത ഉള്ളത്, അവരൊക്കെ പിരിഞ്ഞു പോകും, അവരവരെ പാട്ടിന് പോകും. പിന്നീട് അവനോട് ശത്രുത ഉണ്ടാവൂല, അവൻക്ക് വേണ്ടി കുതന്ത്രങ്ങൾ ഒരുക്കൂല, അവൻക്ക് വേണ്ടി സിഹ്ർ ചെയ്യൂല. എത്ര ദിവസം ചെയ്യണം? എല്ലാ ആഴ്ചയിലും. അങ്ങനെ മാസത്തിൽ എത്ര ആഴ്ച ഉണ്ടാവും? 4 ആഴ്ച, 4 ചൊവ്വാഴ്ച ചെയ്യണം. 4 പ്രാവശ്യം ഈ ഒരു മാസത്തിൽ ചെയ്യണം, ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട്, പോരിശ കൊണ്ട് നീ ഭയപ്പെടുന്ന ശത്രു പരിപൂർണമായിട്ട് അവന്റെ ശത്രുത ഇല്ലാതെയാവും. പിന്നീട് ഒരിക്കലും എന്നോട് അവനക്ക് ശത്രുത ഉണ്ടാവൂല. ഇത് മുജറബാണ്, അനുഭവസ്ഥര് ചെയ്തുകൊണ്ട് ഫലം അറിയിച്ചതാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് എന്റെ സയ്യിദിയം കുടുംബത്തിന് ഇതിൽ വലിയ ശത്രുത കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നിരന്തരം ഫോൺ വിളിക്കുന്നവരുണ്ട്, എന്നോട് സമീപിക്കുന്നവരുണ്ട്, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അമലാണ്, വലിയ ഫലം കാണുന്ന അമലാണ്. വെള്ളത്തിൽ മന്ത്രിച്ച വെള്ളം കൊണ്ട് കുളിക്കുക 4 ദിവസം, എല്ലാ ബുധനാഴ്ച രാവിലെ, ചൊവ്വാഴ്ച അസ്തമിച്ച സമയത്ത് ഈ അമൽ നിങ്ങൾ ചെയ്യാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആര് പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ പ്രയാസപ്പെടുത്താൻ അവർക്ക് ഇനി ഒരിക്കലും തോന്നൂല. മുഅ്മിനീങ്ങൾ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള ധാരാളം അമലുകൾ നമ്മൾ മജ്‌ലിസിൽ ഉണർത്താറുണ്ട്, പറയാറുണ്ട്, സ്വീകരിക്കുന്നവരുണ്ട്, റിസൾട്ട് ലഭിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം. എല്ലാവർക്കും അള്ളാഹു അവർ ചെയ്യുന്ന അമലിനുള്ള പ്രതിഫലം നീ കൊടുക്കണം റബ്ബേ. എന്തു പ്രയാസത്തിലാണോ അവർ ഇങ്ങനെയുള്ള അമലുകൾ സ്വീകരിക്കുന്നത്, ആ പ്രയാസങ്ങൾ അള്ളാഹു നീ മാറ്റി കൊടുക്കണം. ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും അവർക്ക് കൊടുക്കണം. ജീവിതത്തിൽ വലിയ നിഅമത്ത് കൊടുക്കണേ തമ്പുരാനെ. ഈ അമല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാ, സന്തോഷത്തിന് വേണ്ടി ലൈക്ക് ചെയ്യാ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയിക്കാൻ ഞാൻ അറിയണ്ടേ ആർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്.
നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഓരോരോ അറിവ് പകർന്ന് നൽകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഹൈറുണ്ടാകണം, എല്ലാ പ്രയാസങ്ങളും വലിയ കാവലുണ്ടാകണം. നിങ്ങൾ ഇതിന് വലിയ ഓട്ടങ്ങളോ ഇതിന് നിങ്ങൾ വലിയ സാമ്പത്തികമായിട്ട് ചെലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ. അങ്ങനെയുള്ള അമലുകളല്ലേ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യാ, ഒരു ഇഷ്ടാണ് എന്നുള്ളത് ലൈക്ക് ചെയ്യാം, അൽഹംദുലില്ലാ എന്നൊരു കമന്റ് ഇടുക. തങ്ങളെ ഈ അമല് ഞാൻ സ്വീകരിച്ചോട്ടെ എന്നൊരു സമ്മതം ചോദിക്കുക. ഞാനൊക്കെ കമന്റ് സെക്ഷനിൽ ഞാൻ വായിക്കാറുണ്ട്, ആരൊക്കെ സമ്മതം ചോദിച്ചത് ഞാൻ അറിയാറുണ്ട്. പിന്നെ മറ്റുള്ളവരിലേക്ക്, നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, ഖദീജയിലേക്ക്, നഫീസയിലേക്ക്, ഫാത്തിമയിലേക്ക്, അബൂബക്കറിലേക്ക്, സിദ്ദീഖിലേക്ക്, മുഹമ്മദിലേക്ക് അറിയിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യും. ഈ മജ്ലിസിനോടൊപ്പം ചേരാൻ ഇങ്ങനെയുള്ള അമലുകൾ നിങ്ങളിലേക്ക് ആദ്യം എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവര് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.